നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല എല്ലാവരുടെയും നല്ലൊരു പെർഫോമൻസ്. ഇവൻ ഗോകുൽ സുരേഷ് ഗോപി, അനുപമ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ട ഒരു ബേസിക് നീഡ് എന്താണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ട സ്പെസിഫൈ നീഡ് എന്താണ് എല്ലാം അതിനകത്ത് A to Z മെൻഷൻ ചെയ്താണ് പറഞ്ഞേക്കുന്നത്. സോ മസ്റ്റ് വാച്ചാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇന്നിവിടെ ഇപ്പോൾ ക്രൗഡ് കുറവാണ്. അത് നാളെ ഇവിടെ ഹ്യൂജ് ക്രൗഡായിരിക്കും. ലൈക്ക് അതിനുള്ളതുണ്ട് അതിനകത്ത്. പിന്നെ ഈ വിവാദം എക്സെട്ര അത് ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് പാസ് ആൻഡ് ബൈ, അതൊരു ഇതല്ല. പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈവൻ അതിനകത്തൊരു ഒരു ന്യൂസ് റിപ്പോർട്ടേഴ്സ് റോൾ ചെയ്തേക്കുന്ന ആൾക്കാർ വരെ നല്ല പെർഫോമൻസാണ് ചെയ്തേക്കുന്നത്. അതിനകത്തൊരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റിയ അങ്ങനെ ആരും ഇല്ല. പിന്നെ ചിന്താമണി കൊലക്കേസ് അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അത് വേറെ ഇത് വേറെ. സോ അങ്ങനെ ഒരു നല്ലൊരു മൂവിയാണ്. ഫീൽ ഗുഡ് മസ്റ്റ് വാച്ചാണ്. ഈ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് അത്ര നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. കാരണം സിനിമയായിട്ട് കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഹേറ്റേഴ്സ് പറയുന്ന വേറൊന്നുമില്ല. സുരേഷ് ഗോപി മറ്റു നടന്മാരുടെ കാര്യം എനിക്കറിയില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ചോളം പുള്ളി ഓപ്പൺ മൈൻഡഡ് ആണ്. പുള്ളിക്ക് എന്ത് പറയണമെങ്കിൽ സ്വന്തം പാർട്ടി ആണെങ്കിലും മറ്റേ പാർട്ടി ആണെങ്കിലും പറയണമെങ്കിൽ സിനിമയിലൂടെ രാഷ്ട്രീയം പറയണമെങ്കിൽ ഇത് സുരേഷ് ഗോപിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊരു സിനിമയായിട്ട് കണ്ടാൽ മതി. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ത്രില്ലിംഗ് ആണ്. നമ്മൾ എന്താണ് ആ സിറ്റുവേഷൻ എങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് പടം നിർത്തുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം അത് റിവീൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ കുറച്ച് ചില പോരായ്മകളെടുത്ത് തോന്നിയത് വേറെ ഒന്നുമില്ല. കുറച്ച് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്തില്ല. അപ്പോൾ അതൊന്നും ബെറ്റർ ആക്കാമായിരുന്നു തോന്നി. പിന്നെ പാട്ടൊക്കെ കൊള്ളാം. പക്ഷേ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഈ BGM പാട്ടെല്ലാം കൊള്ളാം. BGM ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചെറിയൊരു ഇതായിട്ടുണ്ട്. പക്ഷേ പടം ഓവറോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നന്നായിട്ടുണ്ട്. ആ JSK ഈ വിവാദം പടത്തിന് ഗുണം ചെയ്തതെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ഗുണം ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ പേഴ്സണലി പറയാനുള്ളത് ആ മ്യൂട്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ആ മ്യൂട്ട് ചെയ്യാതെ ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ പഞ്ചായനയെന്ന് തോന്നി. എന്തായാലും നിങ്ങളൊരു നിയമ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സിനിമയിൽ പറയുന്ന ഓരോ ഇൻസിഡൻസും നടന്ന സംഭവങ്ങളാണ്, ജാനകിയുടെ കേസ് ഉൾപ്പെടെ. അപ്പോൾ അത് നടന്ന സംഭവങ്ങൾ തുറന്ന് പറയുമ്പോൾ എന്തായാലും അതിനൊരു നെഗറ്റീവ് ഉള്ളതാണ്. അപ്പം സിനിമയായിട്ട് കണ്ടാൽ മതി. അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നിൽക്കരുത്. അത് ഏത് സിനിമയായാലും ആരുടെ പടമാണെങ്കിലും അങ്ങനെ കണ്ടാൽ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.